ഹലോ നമസ്കാരം. ഞാൻ സുമതി വളവ് എന്നുള്ള സിനിമ ഒന്ന് കണ്ടു. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമായി പടം. ഞാൻ മറ്റേ അന്ന് ടീച്ചർ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിയായിട്ട് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, വിനയനെടുത്ത പടം, അതുപോലെ ശ്രീകൃഷ്ണ പരുന്ത്, ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര പേടിയൊന്നും തോന്നിക്കില്ല. എന്നാലും നമുക്ക് പേടിക്കാനുള്ളതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. 1963 നടന്നൊരു കഥയെ സംബന്ധിച്ച് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നീട് 93 ഇറങ്ങിയിട്ടുള്ളൊരു ഒരു കഥയായിട്ടാണ് അത് പോണത്. അപ്പോൾ അതിൽ അഭിനയിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരീശ്വര അശോകൻ, അല്ല സോറി, അർജുന അശോകൻ, പിന്നെ അതുപോലെ മാളവിക മനോജ്, ഇവരൊക്കെ, അതുപോലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്, ഇവരൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാലു വർഗീസ് നന്നായിട്ടുണ്ട്, നന്ദു, എല്ലാവരും അവനവൻ്റെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ പ്രത്യേകിച്ചൊരു വെറൈറ്റി കഥ, മറ്റേ എന്താ പറയുക, അഭിനയമൊക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ കയ്യിൽ ഇതിന് മുന്നേയും കൊത്ത സിനിമയിലൊക്കെ ആൾ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ആളുടെ കയ്യിൽ കറക്റ്റ് സുരേഷ് ഗോപി തന്നെ. എനിക്കിഷ്ടമായ പടം മൊത്തത്തിൽ. ഇതിൽ ഹൊറർ കാണിക്കുന്നുണ്ട്, നല്ലൊരു പോലെ ഹൊറർ കാണിക്കുന്നുണ്ട്. ഇൻട്രോയിൽ വരെ ഹൊററിനോട് സംബന്ധിച്ച് തന്നെ നമുക്കിപ്പോൾ പേടിപ്പെടുത്തുന്ന കുറേ സീനുകളൊക്കെ അതിൽ നമുക്ക് തോന്നിപ്പോയി, എനിക്ക് തോന്നിയിട്ടാ ആക്ച്വലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രോവലിന് ശേഷം പിന്നെ അർജുൻ അശോകൻ, മാളവിക മനോജ്, അവർ തമ്മിലുള്ളൊരു പ്രണയം, അതിനോടനുബന്ധിച്ചുള്ള കുറേ സംഭവവികാസങ്ങൾ നമ്മളിങ്ങനെയൊക്കെ പറയാൻ തന്നെ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ഭയങ്കര സസ്പെൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയാൽ പിന്നെ പടത്തിൻ്റെ രസം പോവും. അപ്പോൾ അതാണ് പടത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എനിക്ക് ഇപ്പോൾ പറയുക വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നാണ് ഞാൻ അഭിപ്രായം പറയുള്ളൂ. കാരണം അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആ പടത്തിൽ. അവർ നന്നായിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്, നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. അത് പറയാലോ, കുറച്ച് നല്ല പണിയെടുത്തിട്ടുണ്ട് അവർ. കാരണം ആ 63 അത് കാണിച്ചതിന് ശേഷം പിന്നീട് 93 ആ കാലഘട്ടമായി. അപ്പോൾ അപ്പോഴത്തെ ഒരു CD കട, ആ സമയത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലോ. ഇതുപോലത്തെ സൗകര്യങ്ങളോ മൊബൈൽ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത്, കുറേ കോമഡികൾ. അപ്പോൾ അതുപോലെ പാട്ടുകൾ ചില സ്ഥലത്ത് എനിക്ക് തോന്നി ഇത് വേണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഡാൻസൊക്കെ ഇങ്ങനെ ദപ്പാങ്കുത്ത് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് ജാതി അലക്കലക്കുണ്ട് അർജുന അശോകൻ, ബാലു വർഗീസ് ടീം. അതൊക്കെ നമുക്ക് മ്യൂസിക്കൊക്കെ ആ ഒരു സമയത്ത് ഇത് വേണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നിപ്പോവും. അത് എനിക്ക് തോന്നിയൊരു കാര്യമായത്. ഇങ്ങനൊരു എന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ പാട്ടുകളും നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ളൊരു ഇതായിട്ടൊന്നും തോന്നിക്കില്ല. എന്നാലും നല്ല രസമായിട്ടുണ്ട് പടം. ഉള്ളൊരു ഒഴുക്കാണ്. ഒരു വൺ ടൈം വാച്ചിങ് എന്തായാലും ഉണ്ട് പടത്തിൽ. ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ കാശ് നഷ്ടമാവില്ല എന്ന് ഞാൻ പറയുന്നു, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത റിവ്യൂ ആയിട്ട് വരാം.